സഭ ആശങ്കപ്പെടുന്നത് പോലെ ഈ കന്യാസ്ത്രീ വേഷമിട്ട്, ഈ പുരോഹിത വേഷമിട്ട് എത്ര കാലം ഇങ്ങനെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയും? ആശങ്കയാണെന്നേ. അവർ ഓരോരുത്തരും ഈ വിവിധ വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യൻ സഭകൾ ആശങ്കകൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചെറുതല്ലാത്ത ആശങ്കയാണ്. നമുക്ക് സംഭവിക്കുന്നത് വരെ നമ്മൾ ആ അപകടം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമുക്ക് സംഭവിക്കുമ്പോൾ ഇത് തിരിച്ചറിഞ്ഞ് സംസാരിക്കാൻ വേണ്ടി ഒരാളും ഉണ്ടാവില്ല എന്നതൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. കേക്കും ഈ പറയുന്ന സ്വർണ്ണ കിരീടവുമായി വരുന്നവരെ തിരിച്ചറിയണം എന്ന് മാത്രമേ ഇക്കാര്യത്തിൽ പറയാനുള്ളൂ. അത് സഭ തിരിച്ചറിയും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ രണ്ട് കന്യാസ്ത്രീകളും ഇപ്പോൾ അവിടെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. രണ്ട് കന്യാസ്ത്രീകളും കുഷ്ഠരോഗികൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ്. അതാണ് മാത്രമല്ല, എത്ര ബജരംഗദൾ പ്രവർത്തകരെ നിങ്ങൾക്കറിയാം. കുഷ്ഠരോഗ പ്രവർത്തകർക്കിടയിൽ അവരെ കുഷ്ഠരോഗത്തിൽ നിന്ന് മാറ്റി അവരെ പൊതുജീവിതത്തിലേക്ക് കൊണ്ടുവന്നവരെ എത്ര അറിയാം. എത്ര സ്കൂളുകൾ സ്ഥാപിച്ച് സാധാരണക്കാരായിട്ടുള്ള കുട്ടികളെ പഠിപ്പിച്ചു വന്ന ബജരംഗദൾ പ്രവർത്തകരെ നിങ്ങൾക്കറിയാം. ഈ ഹനുമാൻ സേന പ്രവർത്തകരെ നിങ്ങൾക്കറിയാം. ഈ എലമെൻറ്റുകളെ തീർച്ചയായിട്ടും നമ്മളുടെ സാമൂഹിക മതേതര സമുദായ ജീവിതത്തിന് എതിരാണ്. അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടാണ് ഈ സംഘടനകൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമാണ്. ഇത് സഭ തിരിച്ചറിയും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്.